ഹലോ, ഗുഡ് മോർണിംഗ്, വെൽക്കം ടു അവർ വ്ളോഗ്സ്. നമ്മളിന്ന് നമ്മുടെ വ്ളോഗായിട്ട് വന്നേക്കുന്നത് എമ്പുരാനായിട്ടാണ്. എമ്പുരാൻ്റെ റിവ്യൂ എന്ന് പറയാൻ പറ്റത്തില്ല. എമ്പുരാൻ കണ്ടിട്ട് ഞങ്ങൾ എങ്ങനെയാണ് അതിനെ കൺസീവ് ചെയ്തതെന്നും അതിൻ്റെ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഞങ്ങൾ വീഡിയോ കഴിഞ്ഞിട്ട് പറയാം. ഞങ്ങളിപ്പോൾ സിൽവിയ പാർക്കിലെ ഹോസ്റ്റലാണ് ഇത് കാണാൻ വേണ്ടി വന്നേക്കുന്നത്. മൂവി കണ്ടിട്ട് ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ഇവിടുത്തെ ഒരു പ്രശ്നം എന്നുള്ളത് കുട്ടികൾക്ക് മൂവി കാണാൻ പറ്റത്തില്ല. 16 ഉള്ളവർക്ക് മാത്രമാണ് ഈ മൂവി കാണാൻ പറ്റത്തുള്ളൂ. അപ്പൊ കുട്ടികളെ കൊണ്ടുവരാൻ പറ്റത്തില്ല. അപ്പൊ നദാനുവിനെ പറ്റിച്ചിട്ടാണ് ഞങ്ങൾ മൂവി കാണാൻ വരുന്നത്. നദാ വലുതാവുമ്പോൾ ഈ വ്ളോഗ് കാണുന്നുണ്ടെങ്കിൽ സോറി. അപ്പൊ നമ്മള് തിയേറ്ററിൽ കയറാൻ പോവാണ്. ഇവിടെ ഐമാക്സ് ഉണ്ട് ന്യൂസിലാൻഡിൽ, പക്ഷെ നമുക്ക് ഐമാക്സ് കിട്ടിയില്ല. പക്ഷെ അതിന് പകരം എക്സ്ട്രീം സ്ക്രീൻ, അതായത് ഇവിടുത്തെ ഏറ്റവും ബിഗ്ഗസ്റ്റ് സ്ക്രീനാണ്. ഐമാക്സിന്റെ എക്സ്പീരിയൻസ് തന്നെ കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ല വലിയ സ്ക്രീനാട്ടോ, നല്ല അടിപൊളി വലിയ തിയേറ്ററും, ആരുമില്ല കാണാൻ. എന്തൊരു വലിയ തിയേറ്ററാ. ഇവിടെ നമ്മൾ മാത്രമേ ഉള്ളൂ സിനിമ കാണാൻ. നമ്മൾ മാത്രമേ സിനിമ കാണാൻ ഉള്ളൂ എന്ന് തോന്നുന്നു. ടിക്കറ്റ് ബുക്ക് ചെയ്തപ്പോഴും ആകെ 3 റോയിൽ മാത്രമാണ് സീറ്റ് കാണിക്കുന്നുണ്ടായിരുന്നുള്ളൂ. ഐ മീൻ സീറ്റ് ബുക്കഡായിട്ട് കാണിക്കുന്നുണ്ടായിരുന്നുള്ളൂ. മെയിനായിട്ട് ഫാമിലിക്ക് വരാൻ പറ്റുന്നില്ലല്ലോ. ഫാമിലി കുട്ടികളായിട്ട് വരാൻ പറ്റില്ല, കാരണം കുട്ടികൾക്ക് ഈ വയലൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇവർ പെർമിഷൻ കൊടുത്തിട്ടില്ല. പക്ഷെ അതുണ്ടായിരുന്നെങ്കിൽ മിക്കവാറും ഇവിടെ ഫുള്ളായേനെ. അങ്ങനെ പടം കണ്ടിറങ്ങി ഗൈസ്. എനിക്ക് ആദ്യമേ പറയാനുള്ളതെന്ന് വെച്ചാൽ, ഡീഗ്രേഡിങ് ചെയ്യുന്നവന്മാർ, എനിക്ക് അവരെ ഡീഗ്രേഡിങ് ചെയ്യുന്നവന്മാർ 2 തെറി വിളിക്കണമെന്നുണ്ട്. പക്ഷേ എന്തായാലും പബ്ലിക്കായിട്ടുള്ള പ്ലാറ്റ്ഫോമാണ്, അപ്പോൾ അതുകൊണ്ട് അത് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. എന്തിനു വേണ്ടിയാണ് ഡീഗ്രേഡിങ് ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പോൾ ലൂസിഫറിനെ പോലെ ആവുന്നില്ല, അതില്ല ഇതില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ഇത്ര വർഷങ്ങളായിട്ട് സിനിമ കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ 2 പടവും എന്താണ് കൺവേ ചെയ്യുന്നതെന്നുള്ളത് ആദ്യം മനസ്സിലാക്കണമല്ലോ. ലൂസിഫർ എന്ന സിനിമ വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയേ അല്ല എമ്പുരാൻ എന്നുള്ള സിനിമ. എമ്പുരാൻ എന്നുള്ള സിനിമ ആ ലൂസിഫർ എന്നുള്ള സിനിമയിൽ ലാസ്റ്റ് കൊണ്ടുപോയി നിർത്തുന്ന ഖുറേഷി എബ്രഹാം എന്ന് പറഞ്ഞ ക്യാരക്ടറിൻ്റെ ഡീറ്റെയിലിംഗ് ആണ്. അപ്പോൾ അതൊരിക്കലും ലൂസിഫറുമായിട്ട് താരതമ്യപ്പെടുത്തി ചെയ്യാനായിട്ട് പറ്റത്തില്ല. പടം ഗംഭീര പടം തന്നെയാണ്. ഒരു തരത്തിലും നമുക്കതിനെ മോശം പറയാനായിട്ട് പറ്റത്തില്ല. മലയാളം ഇൻഡസ്ട്രിയിൽ നിന്ന് തന്നെയാണോ ഈ പടം വന്നതെന്ന് എനിക്ക് സംശയം തന്നെ തോന്നിപ്പോയി. കാരണം അതുപോലത്തെ മേക്കിംഗ്, ഒരുപാട് ഡീഗ്രേഡിങ് കണ്ടിട്ടാണ് ഞാൻ സിനിമ കാണാൻ പോയത്. എക്സ്പെഷ്യലി അശ്വന്ത് ഗോക്കിൻ്റെയൊക്കെ. ഇപ്പം എൻ്റെ വീഡിയോ ചിലപ്പോൾ 5-10 പേരെ കാണത്തുള്ളായിരിക്കും. പക്ഷേ എനിക്കിത് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് എൻ്റെ ആത്മരോഷം തീരത്തില്ല. അതുകൊണ്ടാണ് ഞാനീ പറയുന്നത്. പടം തുടക്കം തൊട്ട് വളരെയധികം എൻഗേജിങ് ആണ്. അതുപോലെ നമുക്ക് കുറച്ചെങ്കിലും നമ്മൾ കേരള രാഷ്ട്രീയം നമ്മൾ അറിയാമെങ്കിൽ, നമ്മൾ അതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ അവിടെ ഇവിടെയൊക്കെ കണ്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ വളരെയധികം മൂവി കണക്റ്റ് ആവും. ചിലപ്പോൾ പൊളിറ്റിക്സ് ഇഷ്ടമില്ലാത്തവർക്കായിരിക്കും ചിലപ്പോൾ ഇതെന്താ സംഭവം എന്ന് മനസ്സിലാവാത്തത്. പക്ഷേ കേരള രാഷ്ട്രീയം കുറച്ചെങ്കിലും അറിയാവുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും പടം കണക്ട് ചെയ്തിരിക്കും. അതുപോലെ തന്നെ ഇമോഷണലി കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തുടക്കം നമ്മൾ കാണുന്ന സീനുകളൊക്കെ ഗംഭീരമായിട്ട് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇതെല്ലാം ഹാഫ് ടൈം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇമോഷണലി കണക്റ്റ് ആവുന്നു. അത് ഇമോഷണലി കണക്റ്റ് ആവുമെന്ന് പറഞ്ഞാൽ രോമാഞ്ചത്തിലാണ് കണക്റ്റ് ആവുന്നത്. അതിൻ്റെ കൂടെ അടിപൊളി BGM. എടുത്തു പറയാനായിട്ടുള്ളത് ടൊവിനോയുടെ ഒരു ക്യാരക്ടർ, നമ്മൾ ഇതുവരെ കാണാത്ത ഒരു ക്യാരക്ടറൈസേഷനാണ് ടൊവിനോയുടെ ഈ പടത്തിൽ വന്നിരിക്കുന്നത്. മഞ്ജു വാര്യർ, എനിക്ക് ലൂസിഫറിൽ മഞ്ജു വാര്യനെ കുറിച്ച് വല്ല അഭിപ്രായം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇതിൽ എമ്പുരാനിൽ മഞ്ജു വാര്യർ തകർത്തിട്ടുണ്ട്. മഞ്ജു വാര്യറിൻ്റെ തിരിച്ചുവരവിന് ശേഷം വന്നിരിക്കുന്ന കരിയർ ബെസ്റ്റാണിത്. കാരണം ഒരു ഷോട്ടിൽ പോലും ആളുടെ ഒരു അലമ്പ് എക്സ്പ്രഷൻ വരാതെ വളരെ മനോഹരമായിട്ട് ചെയ്തിരുത്തുന്നുണ്ട് ടൊവിനോ, മഞ്ജു വാര്യർ. അതും അവിടെ ഇവിടെ മാത്രം വരുന്ന നൈലൗഷയുടെ എക്സ്പ്രഷൻ മാത്രം മതി പടത്തിൻ്റെ ഒരു ഹൈപ്പിങ് തന്നെ കൊണ്ടുപോകാനായിട്ട്. മോഹൻലാലിന് ഒത്തിരി പേര് കളിയാക്കുന്നുണ്ട്, മോഹൻലാലിന് ആ ക്യാരക്ടർ ക്യാരി ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞിട്ട്. മോഹൻലാലിൻ്റെ 1-2 നോട്ടം മാത്രം മതി ഖുറേഷി എബ്രഹാം എന്നുള്ള ആ ഒരു ക്യാരക്ടറിൻ്റെ ഓറ കൊണ്ടുപോകാനായിട്ട്. പൃഥ്വിരാജ് എൻ്റെ മനുഷ്യ ഇങ്ങനെയായി ഇത്രയും എന്താ പറയുക, ഇത്രയും വലിയ സ്വപ്നം കണ്ട് അത് യാഥാർത്ഥ്യമാക്കാൻ പറ്റുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഷോട്ടുകളൊക്കെ കണ്ടിട്ട് ഞാൻ കുറേയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്പോയിലറായി പോകും. വെറുതെ എന്തിനാ പിന്നീട് എന്നെ നിങ്ങൾ തെറി പറയും, അത് പറഞ്ഞു ഇത് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട്. ഷോട്ടുകളൊക്കെ ഞാൻ വിചാരിക്കുക ഇതൊക്കെ മലയാള സിനിമ തന്നെയാണോ എങ്ങനെ എടുത്തു വച്ചിരിക്കുന്നത്? എത്ര ലൊക്കേഷൻസ്, ചില സംഭവമൊക്കെ നമ്മൾ വിചാരിക്കും ഓക്കെ ഇത് ഉറപ്പ് ഇത് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ആണ് അല്ലെങ്കിൽ VFX ആണെന്നൊക്കെ നമ്മുടെ മൈൻഡിലുണ്ടാകും. പക്ഷെ അതൊന്നും നമുക്കൊരു 1% പോലും എനിക്ക് തോന്നുന്നില്ല. അത് ചില സിനിമ ആണെന്ന് നമുക്ക് അറിയാലോ, ഇത് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ഉറപ്പാണ്. പക്ഷേ ഈ പടത്തിൽ അങ്ങനെയൊന്നും തോന്നുന്നില്ല, കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ആണെന്ന് പോലും തോന്നുന്നില്ല. അതുപോലെയാണ് പടം എടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ എടുത്തു പറയേണ്ട കാര്യം എന്നുള്ളത് പടത്തിൻ്റെ BGM. പടത്തിൻ്റെ BGMത്തിൽ നമ്മുടെ കഴിഞ്ഞ ലൂസിഫറിൽ വന്നിരിക്കുന്ന തമിഴ്
BGM ഇടയ്ക്ക് കയറി വരുന്നുണ്ട്, അത് മോശമാണെന്നാണ് അശ്വന്ത് ഗോക്ക് പറഞ്ഞത്. അപ്പം ഞാനും ആ ഒരു ഇതിലാണ് പടം കണ്ടത്. പക്ഷെ ആ സീൻ വന്നപ്പോൾ രോമാഞ്ചം എന്നൊക്കെ പറഞ്ഞാൽ അടിപൊളി രോമാഞ്ചം. അതുപോലെ ദീപക് ദേവ് എന്തൊരു ഓർക്കസ്ട്രേഷനാണ് കാണിച്ചു വെച്ചിരിക്കുന്നത്. ഭയങ്കര മനോഹരമായിട്ടാണ് ഓരോ സീനും എലവേറ്റ് ചെയ്യേണ്ടടത്തൊക്കെ ആളുടെ BGM അങ്ങോട്ട് വന്ന് കയറുമ്പോഴേക്കും അയ്യോ എന്ന് തോന്നിപ്പോകും നമുക്ക്. അതുപോലെ ഒന്നോ രണ്ടോ ഫൈറ്റ് സീൻ മാത്രം കണ്ടാൽ മതി ഈ പടത്തിൻ്റെ ടിക്കറ്റ് കാശ് മുതലാവാനായിട്ട്. അതുപോലെ ഒന്നോ രണ്ടോ പുറത്തുള്ള, അത് ഞാൻ പറയുന്നില്ല, പുറത്തുള്ള സീനുകൾ കണ്ടാൽ മതി ഈ പടത്തിൻ്റെ ടിക്കറ്റ് കാശ് മുതലാവാനായിട്ട്. അപ്പോൾ ഡീഗ്രേഡിങ് ചെയ്യുന്നവരോടാണ് എനിക്ക് പറയാനുള്ളത്, ഡീഗ്രേഡിങ് ചെയ്യുന്നവർക്ക് എന്തെങ്കിലും പ്രശ്നം കൊണ്ടായിരിക്കും അവർ ഡീഗ്രേഡ് ചെയ്യുന്നുണ്ടാവുക. ഇത്ര നല്ല പടത്തിന് ഡീഗ്രേഡ് ചെയ്യില്ലേ എന്ന് ഞാൻ താഴ്മയായിട്ട് അപേക്ഷിക്കുകയാണ്. രണ്ടാമതൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, ഇങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ കേട്ടിട്ട് ഈ സിനിമയ്ക്ക് പോവാതിരിക്കുന്ന ആൾക്കാരെ കുറിച്ചാണ്. മണ്ടത്തരമാണ് നിങ്ങൾ കാണിക്കുന്നത്. ഞാൻ ഒരു ചെറുപ്പം തൊട്ടേ മമ്മൂട്ടി എന്നൊരു വലിയൊരു വ്യക്തിത്വത്തെ ആരാധിച്ചു പോരുന്ന ഒരാളാണ്. പക്ഷെ എനിക്ക് പറയാതിരിക്കാൻ കഴിയുന്നില്ലേ, ഇത്രയും നല്ലൊരു പടം എടുത്തു വെച്ചിട്ട് ഇത് കണ്ടില്ലെങ്കിൽ, അതും തിയേറ്ററിൽ കണ്ടില്ലെങ്കിൽ, അതൊരു ബ്ലണ്ടർ ആയിരിക്കും നിങ്ങൾ ജീവിതത്തിൽ കാണിക്കാൻ പോകുന്നത്. സിനിമ സ്നേഹികളോടാട്ടോ, അല്ലാതെ എല്ലാവരും പോയി കാണുമെന്ന് ഞാൻ പറയുന്നില്ല. അതുപോലെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, TV-യിൽ വന്നിട്ട് കാണാൻ നിൽക്കുന്നവരോടാണ്, ദൈവത്തെ ഓർത്ത് TV-യിൽ വന്നിട്ട് ഈ പടം കാണാൻ നിൽക്കരുത്. TV-യിൽ കണ്ടാൽ പിന്നെ നിങ്ങൾ, എനിക്ക് പറയണ ഈ പടത്തിൻ്റെ ഒരു 1% ഫീൽ പോലും TV-യിൽ കിട്ടത്തില്ല. നല്ലൊരു തിയേറ്ററിൽ പോയിരുന്നിട്ട് ഈ പടം കാണണം. അതുപോലെ ഇങ്ങനെയുള്ള നല്ല സിനിമകൾ വന്നു കഴിയുമ്പോൾ മലയാളം സിനിമയെ സ്നേഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം. കാരണം നമ്മൾ ഇങ്ങനെയുള്ള പടങ്ങൾ സപ്പോർട്ട് ചെയ്താലല്ലേ നമ്മുടെ ഇൻഡസ്ട്രി വളരത്തുള്ളൂ. മുന്നോട്ട് ഇനി ഫ്യൂച്ചറിൽ എത്ര ആക്ടേഴ്സ് വരാൻ കിടക്കണോ, അവർക്കൊക്കെ ഒരു പ്രചോദനം ഉണ്ടാവത്തുള്ളൂ. എത്ര ബജറ്റിൻ്റെ കാര്യം പറഞ്ഞിട്ട് എത്ര നല്ല കണ്ടന്റുകൾ വരാതിരിക്കുന്നു, അവർക്കൊരു പ്രചോദനം ആവത്തുള്ളൂ. അപ്പോൾ എൻ്റെ അഭിപ്രായം എന്നുള്ളത്, എല്ലാവരും സിനിമാ സ്നേഹികളെല്ലാവരും ഈ പടം പോയി കണ്ടിരിക്കണം. മനോഹരമായിട്ടുള്ള പടമാണ്. ഡീഗ്രേഡിങ് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും എൻ്റെ നമസ്കാരം. അറിയാലോ എന്താ ഉദ്ദേശം എന്നുള്ളത്. അപ്പോൾ ഇത്ര പറയാനുള്ളൂ. ബൈ.